ഇങ്ങനെ ഒരു പരലോകമുണ്ട് എന്ന് അവരെ താക്കീത് നൽകിയിട്ടില്ലായിരുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്തു? അവർ പറയും ഖാലൂ ബലാ, ഉണ്ട് റബ്ബേ, അവിടെ വേലുണ്ടെന്ന പോസ്റ്ററൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ആ വഴിക്ക് പോയിട്ടില്ല. ഖാലൂ ബലാ, ഉണ്ടായിരുന്നു വേലൊക്കെ, ഞങ്ങൾ ആ വഴിക്ക് പോകാറില്ലായിരുന്നു. ഞങ്ങളിപ്പോൾ വേറെ വല്ല കളിയോ വല്ല ടൂർണമെൻ്റൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയിരുന്നു. ബലാ, അങ്ങനത്തെ ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല. ഖാലൂ ബലാ വലാകിൻ ഹഖ്ഖത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷ അർഹിക്കുന്നവരാണെന്ന് പറഞ്ഞാണ് നരകത്തിലേക്ക് അവരെ കയറ്റുന്നത്. അവിടെ എത്തുമ്പോൾ നരകവാതിൽ തുറക്കുകയാണെന്ന സ്വർഗവാസികൾ അവർ പറഞ്ഞു. തൊട്ട് താഴെ സൂറത്ത് സുമർ, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ. സ്വർഗവാസികളെ അല്ലാഹു സ്വർഗത്തിലേക്ക് മലക്കുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി കൊണ്ടുവരും. ഹത്താ ഇദാ ജാഊഹാ, അവർ സ്വർഗത്തിലേക്ക് കടന്നു വരാനിരിക്കുമ്പോൾ എത്തുമ്പോൾ വഫുതിഹത് അബ്വാബുഹാ, ഇവിടെ വാവുണ്ട്, വഫുതിഹത്, നരകം പറഞ്ഞുകൊടുത്ത് ഫുതിഹത്, അപ്പൊ തുറക്കും. വഫുതിഹത്, ആദ്യമേ സ്വർഗവാതിൽ അവരെ സ്വീകരിക്കാൻ വേണ്ടി തുറക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. വാതിലൊക്കെ തുറന്നു വെച്ച് കിടക്കുകയാണ് നേരത്തെ. സ്വർഗവാസികൾ വരുന്നതിന് മുമ്പേ സ്വർഗത്തിന്റെ കവാടം തുറന്നു വെച്ചിരിക്കുകയാണ് അവർ വരാൻ വേണ്ടി. വരുമ്പം തുറക്കണതും വരും മുമ്പേ തുറന്നു വെക്കുന്നതും വ്യത്യാസമുണ്ട്. സ്വർഗവാസികളെ സ്വീകരിക്കാൻ സ്വർഗം ഒരുങ്ങിയിരിക്കുകയായിരുന്നു. അതപ്പോഴേക്കും ഓൾറെഡി ദ ഡോർ ഈസ് ഓപ്പൺ. അതാണ് പറയുന്നത്, സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ട് കിടക്കയാണ് അവർ സ്വർഗത്തിലേക്ക് വരിക. നരകവാസികൾ വരുമ്പോൾ അങ്ങോട്ട് തുറന്നു കൊടുക്കുകയാണ്, കയറിക്കോളി. സ്വർഗവാസികളെ സ്വീകരിക്കാൻ ആദ്യമേ സ്വർഗം കാത്തിരിക്കാൻ. വഖാല ലഹും ഖസനതുഹാ, സ്വർഗത്തിന്റെ ഇൻചാർജുള്ള മലക്കുകൾ പറയും, സലാമുൻ അലൈക്കും ത്വിബ്തും, നിങ്ങൾ നല്ലവരാണ്, നിങ്ങൾ നല്ലവരാണ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറയും. ഫദ്ഖുലൂഹാ ഖാലിദീൻ, പ്രവേശിച്ചോളൂ, ഖാലിദീൻ, നിങ്ങൾ എന്നെന്നും നിലനിൽക്കുന്നവരാണ്. ഇനി ഒരിക്കലും ഇവിടെ നിന്ന് പോകേണ്ടി വരില്ല. നിങ്ങൾ ഇവിടെ ഖാലിദാണ്, നിങ്ങൾക്കിനി മരണമില്ല. ഒരു മരണം മരിച്ചില്ലേ, ഇനി മരണമില്ല. അനന്തമായ ലോകത്ത് നിങ്ങൾ ഇവിടെ ആസ്വദിച്ച് ജീവിക്കാൻ. ഓരോ ദിവസവും പുതുമയുള്ള അനുഗ്രഹങ്ങൾ, ദുനിയാവിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്തത്, ഭൂമിയിൽ കണ്ടിട്ടില്ലാത്തത്. നമ്മളിവിടെ എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും സ്വർഗലോകത്തേക്ക് നോക്കി, ഇത് ഭൂമിയിലെ മണ്ണെന്ന് ഉണ്ടാക്കുന്നതല്ലേ, സ്വർഗത്തിന്റെ മണ്ണ് പോലും സുഗന്ധമാണ്, കസ്തൂരിയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അതുകൊണ്ട് മലക്കുകൾ മുഴുവൻ അവരെ സ്വീകരിക്കുകയാണ്. വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സ്വദഖനാ വഅദഹു وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين. സ്വർഗത്തിലെത്തിയാൽ മുഅ്മിനീങ്ങൾ ആദ്യം പറയുന്ന വാക്ക് അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ. وقالوا الحمد لله الذي صدقنا وعده, അല്ലാഹുവേ നീ നിന്റെ വാക്ക് പാലിച്ചിരിക്കുന്നുവല്ലോ റബ്ബേ. وأورثنا الأرض نتبوأ من الجنة حيث نشاء, അല്ലാഹുവേ സ്വർഗം കണ്ടെത്താൻ, സ്വർഗം തേടിപ്പിടിക്കാൻ, സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് ഭൂമിയിൽ അവസരം ഒരുക്കി തന്നവനല്ലയോ അല്ലാഹുവേ നീ. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ വലൗ കമഫ്ഹസി ഖതാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവിന് വേണ്ടി ഒരു പക്ഷിക്കിരിക്കാൻ വലുപ്പമുള്ള സ്ഥലം, ഒരു പള്ളി നിങ്ങൾ നൽകിയാൽ, അല്ലാഹുവിന്റെ മസ്ജിദിന് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്താൽ, സ്വന്തമായ ഒരു പള്ളി ഒരു പക്ഷിക്കിരിക്കാനേ പറ്റുള്ളൂ. ഈ ഒരു സൗണ്ട് ബോക്സിന്റെ എത്ര വലുപ്പമുള്ള പള്ളി, അതിനോട് എത്ര പക്ഷിക്കിരിക്കാൻ പറ്റും? ഒരു പ്രാവിനിരിക്കാൻ പറ്റുന്ന സ്ഥലം നിങ്ങളെ കൊണ്ട് പറ്റുകയുള്ളൂ. നിങ്ങൾ അത്ര പാവായിരുന്നു, പക്ഷെ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി കൊടുത്തു. നിങ്ങൾക്ക് സ്വർഗത്തിൽ കൊട്ടാരം അല്ലാഹു നൽകും. അപ്പോൾ വലിയ പള്ളിയൊക്കെ എടുത്താൽ എന്തായിരിക്കും കൂലി? അതിനുവേണ്ടി നിങ്ങൾ ചെലവഴിച്ച എന്തായിരിക്കും പ്രതിഫലം? അല്ലാഹുവേ നീയല്ലേ ഞങ്ങൾക്കതിന് അവസരം നൽകിയത്. സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾക്ക് അല്ലാഹുവേ നീ നൽകുന്ന പ്രതിഫലം എത്ര വലുതാണ്. സ്വർഗത്തിലേക്ക് സംഘമായി കടന്നു വരും. ആ സംഘമായി വരുന്ന ആദ്യത്തെ സംഘം ഹബീബായ നബി തങ്ങളുടെ സംഘമാണ്.
അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു സ്വഹാബികളുടെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ സ്വഹാബിയാവാൻ പറ്റിയില്ല, നബി തങ്ങളുടെ അരികത്തേക്ക് വരാൻ പറ്റിയിരുന്നില്ല. താബിഇയാണ്, താബിഈങ്ങളിൽ മഹാന്മാരിൽപ്പെട്ട മഹാനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഇബ്രാഹിം നബിയെ പോലെ തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ട മനുഷ്യനാണ്. അസ്വദുൽ അനസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ യമനിൽ വെച്ച് തീയുണ്ടാക്കിയതിലേക്ക് എറിഞ്ഞു. ആ മഹാൻ വാഇളാണ്, അന്നത്തെ വാഴ പറയുന്ന ആളാണ്. ഒരു രോമത്തിന് പോലും പോർലേൽക്കാതെ മഹാൻ രക്ഷപ്പെട്ടു, മദീനത്തേക്ക് ഓടി വന്നു. അങ്ങനത്തെ മഹാനാണ്. മഹാനവറുകൾ രാത്രികാലങ്ങളിൽ നിസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ കാലിന് ക്ഷീണം വന്ന് തളരുമ്പോൾ അദ്ദേഹം ഒരു ചാട്ടവാറെടുത്ത് സ്വന്തം കാലിൽ അടിക്കുമായിരുന്നത്രേ. എന്നിട്ട് പറയും, എഴുന്നേറ്റ് നിൽക്ക അബൂ മുസ്ലിമേ, നാളെ സ്വഹാബിമാര് സ്വർഗത്തിന്റെ ആദ്യ സംഘത്തിൽ ഹബീബിന്റെ കൂടെ വരുമ്പോൾ ആ സംഘത്തിൽ നീയും വേണ്ടേ? وسيق الذين اتقوا ربهم إلى الجنة زمرا. എന്നിട്ട് മഹാൻ തളർച്ചയോടുകൂടെ എഴുന്നേറ്റ് വീണ്ടും നിസ്കരിക്കും. എന്നിട്ട് പറയാറുണ്ട്, വല്ലാഹി ലനുസാഹിമന്നഹും അലൈഹാ حتى يعلم أصحاب محمد أنهم إنما خلفوا وراءهم رجالا والله لنزاحمنهم عليها. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, സ്വർഗത്തിന്റെ വാതിൽക്കൽ തിക്കും തിരക്കും കൂടാൻ ഞങ്ങളും ഉണ്ടായിരിക്കും സ്വഹാബത്തിന്റെ കൂടെ. ആൻ പറയാൻ എന്തൊരു വാക്കാണതല്ലേ. സ്വഹാബികൾ ഒറ്റക്കല്ല, ഞങ്ങളും അവിടെ ഉണ്ടാകും. വല്ലാഹി ലനുസാഹിമന്നഹും അലൈഹാ. സ്വർഗത്തിന്റെ വാതിലിന്റെ ഒരു വശത്ത് നിന്ന് അടുത്തൊരു ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ 100 കൊല്ലത്തെ വഴിദൂരമുണ്ടെന്ന് നബി തങ്ങൾ പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ബൈന മിസ്റാഈൻ, സ്വർഗത്തിന്റെ വാതിലിന്റെ 2 പൊളിക്കടയിൽ വാതിലിന്റെ വിസ്താരം 100 കൊല്ലത്തെ വഴിദൂരമാണ്. തങ്ങൾ പറയാ, അങ്ങനെയാണെങ്കിലും വഹിയ ഖദീദ്, ആ വാതിൽക്കൽ തിക്കും തിരക്കും ഉണ്ടാകുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്നവിടെ തിക്കും തിരക്കുമായിരിക്കും. ഇത്ര വലിയ ഗേറ്റാണ്, ആളുകൾ കൂടാൻ ഭയങ്കര തിരക്കുള്ളൊരു സമയമുണ്ട്. ആ തിക്കും തിരക്കിലും സ്വഹാബികളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകുമെന്ന് മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ എന്നിട്ട് പറയും, ഹത്താ യഅലമ അസ്ഹാബു മുഹമ്മദിൻ അന്നഹും ഇന്നമാ ഖല്ലഫു വറാഅഹും റിജാലാ. സ്വഹാബിമാർ അവരുടെ കാലം കഴിഞ്ഞു പോകുമ്പോൾ അവരുടെ പിൻഗാമികളായ ആളുകൾ നല്ല ആൺകുട്ടികളായിരുന്നു എന്ന് സ്വഹാബിമാർക്ക് മനസ്സിലാവണം. സ്വഹാബിമാരുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ദീൻ കൊണ്ടു നടക്കാൻ ആളുണ്ടായില്ല എന്ന് അവർ വിചാരിക്കരുത്. അവരുടെ പിൻഗാമികൾ ഇന്നമാ ഖല്ലഫു വറാഅഹും റിജാലാ, അവർ ഒന്നാം തരം ചുണക്കുട്ടികളായിരുന്നു എന്ന് സ്വഹാബിമാർക്ക് മനസ്സിലാവണം. അതുകൊണ്ട് അബൂ മുസ്ലിമെ എഴുന്നേറ്റ് നിസ്കരിക്കെന്ന് പറഞ്ഞ് കാലിൽ അടിക്കുകയാണ്. എന്നിട്ട് സ്വഹാബികൾ ആ വാതിൽക്കൽ തിക്കും തിരക്കും കൂടാൻ വരുമ്പോൾ വല്ലാഹി ലനുസാഹിമന്നഹും അലൈഹാ, ആ ആദ്യത്തെ സുംറയിൽ ആദ്യത്തെ സംഘത്തിൽ ഞങ്ങളും ഉണ്ടായിരിക്കും സ്വഹാബത്തിന്റെ കൂടെ. വല്ലാത്തൊരു വാക്കാണിത്, ഭയങ്കര മോട്ടിവേഷൻ നൽകുന്ന വാക്കാണിത്. അല്ലാഹു നമുക്കൊക്കെ ഇവിടെ എത്താൻ തൗഫീക്ക് നൽകട്ടെ. അധ്വാനിക്കും മുഅ്മിന് അധ്വാനമില്ലാണ്ട് കഴിയില്ല. യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീ. ശരിക്കും അധ്വാനിച്ചാലേ അല്ലാഹുവിനെ കാണാൻ കഴിയൂ. അന്നിട്ട് അധ്വാനിക്കണം. പരീക്ഷ വരുമ്പോൾ എന്താ നമ്മുടെ അധ്വാനം? കുട്ടികളൊക്കെ അല്ലേ, ഭക്ഷണം വരെ കഴിക്കൂല, ഉറങ്ങൂല. റമളാൻ വരുമ്പോൾ വേണം അങ്ങനത്തെ ഒരു ടെൻഡൻസി. ഷാബാനിൽ വേണം, അത് അല്ലാത്തപ്പോഴ് വേണം. ദുന്യാവിൻ്റെ വിഷയത്തിൽ നമ്മൾ ജോലിക്ക് ഭയങ്കര പങ്ക്ച്വലാണ്, ഓൺ ടൈമാണ്. കോളേജിൽ നമ്മൾ കറക്റ്റ് സമയത്ത് എത്തും, ജമാഅത്തിന് കൃത്യമായിട്ട് എത്തണം. അള്ളാഹു നൽകുന്ന അപ്പോയിൻമെന്റുകൾ കൃത്യമായിട്ട് എത്തണം. അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. വാദിൽ അഫീഹയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. മലക്കുകൾ വന്നിങ്ങനെ സലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെളിച്ച പ്രകാശത്തിൻ്റെയും മുത്തുകളുടെയും പവിഴങ്ങളുടെയും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അതിൻ്റെ പിറകിൽ കിടക്കുന്നത് കസ്തൂരിയുടെ കുന്നുകളാണ്. ആ കുന്നുകളിലാണ് കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഉണ്ടാവുക. ബാക്കിയുള്ളവരൊക്കെ VIP മുമ്പിലെ ചെയറുകളിൽ അവർ ഇരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളടക്കം എല്ലാവരോടും ഉണ്ടാവും. അല്ലാഹു അവരത്തേക്ക് ഇറങ്ങി വരുന്നു. സലാമുൻ അലൈക്കും അഹ്ലൽ ജന്ന
സ്വർഗവാസികളെ, നിങ്ങൾക്ക് എൻ്റെ രക്ഷയുണ്ട്, സലാമുണ്ട്. എല്ലാവരും സലാം അടക്കും അള്ളാഹുവിനോട്. അള്ളാഹുവിൻ്റെ ചോദ്യം വരുന്നു, ഞാൻ നിങ്ങൾക്ക് ഉരീദു അൻ അസീദകും, ഞാൻ നിങ്ങൾക്ക് ഇന്ന് കുറച്ച് ഏറെ നൽകാൻ പോവുകയാണ്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ചോദിച്ചോളൂ. അപ്പൊ അവര് പറയും, അല്ലാഹുമ്മ റബ്ബനാ അലം തുബയ്യിദ് വുജൂഹനാ, അല്ലാഹുവേ, ഞങ്ങളുടെ മുഖങ്ങൾക്ക് നീ വെളിച്ചം നൽകിയില്ലയോ, നീ ഞങ്ങൾക്ക് പ്രകാശം നൽകിയില്ലേ, വഅദ്ഖൽതനൽ ജന്ന, ഞങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് കടത്തിയില്ലയോ റബ്ബേ, അത് മതി ഞങ്ങൾക്ക്. അല്ലാഹു പറയും, സ്വർഗം ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, പക്ഷേ അതിലേറെ. എന്താ ഏറെ എന്ന് അറിയോ? അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്തുകൊണ്ട്? ദുന്യാവിൽ നിങ്ങളാരും നമ്മളാരും അള്ളാഹുവിനെ കണ്ടില്ല. ചില കണ്ണുകൊണ്ട് കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറയും. കണ്ണുകൊണ്ട് കാണാത്ത കോടിക്കണക്കിന് സാധനങ്ങളുണ്ട് ഇവിടെ. നമ്മുടെ കണ്ണത്രയും ചെറുതാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽ നമ്മുടെ ശരീരത്തിലെ ചെറിയ രണ്ട് സാധനമായി കണ്ണെന്ന് പറഞ്ഞാൽ ചെറിയ ഐബോൾസ്. ഇതിൻ്റെ മുമ്പിൽ അള്ളാഹുവിനെ കാണണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹത്വം ഇടിച്ച് ചെറുതാക്കലാണ്. നമ്മുടെ കണ്ണിന് കാണത്തക്ക വിധം അള്ള ചെറുതാകണം എന്നാണ് പറയുന്നത്. കഴിയൂല. മൂസാ നബിയോട് അള്ള പറഞ്ഞ മറുപടി അതാണ്, ലൻ സറാനി, ഇവിടെ വെച്ച് മൂസാ നബിയെ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയൂല. ലൻ ഉറ എന്നല്ല, അള്ളാഹിനെ കാണാൻ പറ്റും. ഇവിടെ വെച്ച് ലൻ സറാനി, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റൂല. സ്വർഗത്തിൽ കാണാം, അള്ളാഹുവിനെ കാണിച്ചു തരാം. നമ്മൾ അള്ളാഹുവിനെ കണ്ടില്ല. പുണ്യനബി തങ്ങൾ 360-ലേറെ ബിംബങ്ങൾ ഉണ്ടായിരുന്ന മക്കയിലാണ് സംസാരിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങൾ കഅബന്റെ ഉള്ളിലും പുറത്തുമായി 360 ബിംബങ്ങൾ എന്നുണ്ട് അവിടെ മക്കയില്. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെല്ലാം കല്ലുകളാണ്, സൃഷ്ടികളാണ്, ഇല്ലെങ്കിൽ ജിന്നുകളോ ഭൂതങ്ങളോ ആണ് നിങ്ങൾ ആരാധിക്കുന്നത്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമല്ല. അള്ളാഹു പ്രപഞ്ച സൃഷ്ടിയിൽ നിന്ന് അതീതനാണ്. കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയില്ല റബ്ബിനെ. എന്നാൽ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനായ റബ്ബ്, അവനാണ് നിങ്ങൾക്ക് ജീവൻ തന്നത്. നിങ്ങളുടെ ദേഹത്തുള്ള ജീവൻ നിങ്ങൾ വാങ്ങിയതാണോ? നമ്മൾ ഓരോരുത്തർ ആലോചിച്ച് നോക്കി. നമ്മുടെ കൂടെയുള്ള ജീവൻ നമ്മൾ കൊണ്ടുവന്നതാണോ? ആണോ? നമ്മൾക്ക് കിട്ടിയതാണ് അല്ലേ? ആര് തന്നു? അതിന് ഉത്തരമാണ് അല്ലാഹ്. ഇനി ഈ ജീവൻ നമ്മൾ ഉദ്ദേശിക്കാത്ത സമയത്ത് പോകും. നമ്മളാണോ കൊടുത്തേക്കണത്? അല്ല, ആരോ എടുക്കുകയാണ്. അതാരാണ്? ഹുവല്ലാഹ് യുഹ്യി വയുമീത്. ഇത് അല്ലാഹുവാണ്. ആ റബ്ബിനെ നമ്മൾ കണ്ടില്ല, കണ്ണുകൊണ്ട് കാണാൻ പറ്റിയില്ല. പക്ഷേ ഇതൊക്കെ കാണിച്ചെന്നു. ഈ സൂര്യാസ്തമയം കണ്ടില്ല, എത്ര വലുപ്പമുള്ള സൂര്യനാണ് അസ്തമിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആ സൂര്യൻ, ചന്ദ്രൻ, ആകാശം, മേഘപടലങ്ങൾ, അന്തരീക്ഷം, വായുവിലുള്ള ഒരുപാട് ഗ്യാസുകൾ, ഓക്സിജനോ നൈട്രജനോ ഹൈഡ്രജനോ ഏതെല്ലാം, കാർബൺ ഡയോക്സൈഡ് ആവട്ടെ, ഏതെല്ലാം ഗ്യാസുകൾ നമ്മുടെ ഈ വായുവിനിടയിലൂടെ ഏതെല്ലാം TV ചാനലുകളുടെ സിഗ്നലുകൾ, ഇന്റർനെറ്റ് സിഗ്നലുകൾ, റേഡിയോ സിഗ്നലുകൾ എന്തെല്ലാം കടന്നു പോകും. നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. കാണണമെന്ന് പറഞ്ഞാൽ അറ്റം പിടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. പണ്ടൊരാൾ അങ്ങനെ ചോദിച്ചു, എന്നാ പടച്ചോനെ കാണുന്നുണ്ടോ? ഇല്ല. അപ്പം എന്നാൽ അതുണ്ടാവില്ല. അപ്പോൾ കുട്ടി ടീച്ചറോട് ചോദിച്ചു, അല്ല ടീച്ചർ നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടോ? ഉണ്ട്. ബുദ്ധി കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ബുദ്ധി ഇല്ലല്ലേ എന്ന് ചോദിച്ചു. കാണപ്പെടാത്തതില്ല എന്നെങ്ങനെ പറയാം? ഒരു സ്മോക്ക് കണ്ടാൽ, ഒരു പുകപടലം ഉയരുന്നത് കണ്ടാൽ നമ്മൾ പറയാം അവിടെ തീ പിടിച്ചിട്ടുണ്ട് അല്ലേ? തീ നിങ്ങൾ കാണുന്നില്ല, അടുത്തുള്ളവരെ കാണുന്നുള്ളൂ. ദൂരെയാ, നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോകുന്ന തീയുടെ പുക കാണുന്നുണ്ട്. പുക കാണുമ്പോൾ അറിയാം അവിടെ താഴെ തീയുണ്ട്. പുക എന്നത് തീയിന്റെ റിസൾട്ടാണ്. പുക കണ്ടാൽ മനസ്സിലാവും തീയുണ്ട്. ഈ സൃഷ്ടിപ്പ് കണ്ടാൽ മനസ്സിലാവില്ല ഇത് ഉണ്ടാക്കിയ ആളുണ്ട്. ഇത്രയേ ഖുർആൻ പറയുന്നത്. ഇത് എത്ര എളുപ്പമാണ്. തൗഹീദ് എത്ര എളുപ്പമാണ്. വെറുതെ ഫിലോസഫി പറഞ്ഞിട്ട് യുക്തിവാദികൾ തലതിരിഞ്ഞു പോവാന്നല്ലാണ്ട് അതിന് മാത്രം കോംപ്ലിക്കേഷൻ ഇല്ലല്ലോ. ഇതാര് പടച്ചു? നീ പറയും. നീയാണോ? അല്ല. നിന്റെ വല്യപ്പയാണോ? അല്ല. മനുഷ്യനാണോ? അല്ല. നമ്മളൊക്കെ വരുന്നതിന്റെ മുമ്പ് ഇതുണ്ട്. അപ്പോ ഞാനും നീയുമല്ലാത്ത മൂന്നാമതൊരാൾ, ആ ആളുടെ പേരാണ് അല്ലാഹ്. അല്ലാതെ ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് എങ്ങനെ ഉണ്ടാകുന്നു? അല്ലാഹ് ചോദിക്കുകയാണ്. അഫില്ലാഹി ശക്ക് ഫാത്തിരിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് നടത്തിയ പടച്ചോനില്ല എന്ന് പറയേ എന്ന് പറയാ. അള്ളാഹുവിന്റെ വലിയൊരു ചോദ്യമാണ്. പടച്ചവനില്ല എന്നത് വളരെ നിസ്സാരമായൊരു വിഷയം. ഖുർആൻ പറയാം അഫില്ലാഹി ശക്ക്,
പടച്ചോനില്ല എന്ന് പറയേ. അള്ളാഹിനെ കുറിച്ച് സംശയമോ? ഈ ഭൂമിയും മണൽത്തരിയും ഇതൊക്കെ പടച്ചത് പിന്നെ ആരാ ഇതൊക്കെ ചെയ്തത്? നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കുന്നു, ഈ ബിൽഡിംഗ് പെയിന്റ് ചെയ്യുന്നു, ഇതൊക്കെ ഉണ്ടാക്കുന്ന എവിടെ നിന്നാ? ഭൂമിയിൽ നിന്ന് കിട്ടുന്ന സാധനം കൊണ്ട് നമ്മൾ ഷേപ്പ് ചെയ്തതാ അല്ലേ? മണല് വേണം, പുഴയിൽ നിന്ന് എടുക്കണം, അല്ലെങ്കിൽ പാറ പൊടിച്ചെടുക്കണം. പെയിന്റ് വേണം. പെയിന്റ് എവിടെ നിന്ന് ഉണ്ടാക്കണത്? പെട്രോ കെമിക്കൽസ് പോയാ പെട്രോ കെമിക്കൽസ് എന്നെടുക്കും. അപ്പോ ഓരോ സാധനവും ഭൂമിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന സാധന. നമ്മളത് ഷേപ്പ് ചെയ്യാണ്. നമ്മൾക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അതാരുണ്ടാക്കിയതൊക്കെ? അതിന്റെ ഉത്തരമാണ് അല്ലാഹ്. ആ റബ്ബിനെ നമ്മൾ കണ്ടില്ല, ആ റബ്ബിനെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ കാണാതെ നിങ്ങൾ ആരാധന ചെയ്തവരല്ലേ? ആ റബ്ബിനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അള്ളാഹു ചെയ്യുന്ന രണ്ടാമത്തെ, ഏറെ ചെയ്തു തരുന്നത് അള്ളാഹുവിന്റെ റുഇയത്താണ്. അള്ളാഹുവിന്റെ ഭാഗ്യം നൽകട്ടെ. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. ലില്ലദീന അഹ്സനൂ, ആരൊക്കെയാണോ നന്മ ചെയ്തത്, അൽ ഹുസ്ന, അവർക്ക് നന്മയുണ്ട്, സ്വർഗമുണ്ട്. വസിയാദ, അൽ ഹുസ്ന എന്നുള്ളത് ലില്ലദീന അഹ്സനൂ, നന്മ ചെയ്തവർക്കുണ്ട്. എന്തുണ്ട്? അൽ ഹുസ്ന, സ്വർഗമുണ്ട്. പിന്നെ വസിയാദ, ഏറെയുമുണ്ട്. ഏതാണ് ഏറെ? യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫിൻ വഇദ്റാകിൻ വദർബിൻ മിൻ മിസാലി ഫയൻസൗന അന്നഈമ ഇദാ റഔഹു ഫയാ ഖുസ്റാന അഹ്ലൽ ഇഅ്തിസാലി. അല്ലാഹു ജല്ല ജലാലുവിനെ, റബ്ബിനെ കാണാൻ നമുക്ക് കഴിയും. അല്ലാഹുവേ, ഞങ്ങൾക്കതിന് ഭാഗ്യം നൽകണേ റബ്ബേ. കൊല്ലങ്ങളോളം ഇമ വെട്ടാതെ നോക്കി നിൽക്കുന്ന റബ്ബിനെ കണ്ടാൽ ആ സന്തോഷം, ആ ഒരു രംഗം. അങ്ങനെ സ്വർഗത്തിൽ ഉറക്കില്ലല്ലോ, ഉറക്കില്ല, മരണമില്ല, ഉറക്കുണ്ടാവില്ല സ്വർഗത്തിൽ. ഉറക്കില്ല എന്ന് പറയാൻ കാരണം ഉറക്കം മരണത്തിന്റെ സഹോദരനാ. അതുകൊണ്ട് മരണം തന്നെ അല്ല, അപ്പൊ മുമ്പ് സഹോദരൻ അവിടെ ഇല്ല എന്നാ. ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഇന്നി ഉരീദു അൻ അസീദകും, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഏറെ നൽകുകയാണെന്ന് പറയും. ആ ഏറെയാണ് അല്ലാഹുവിനെ കാണുന്നത്. അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങൾ ഒന്നാകെ ചോദിക്കും, എന്താണ് റബ്ബിനോട് പറയേണ്ടത്? മലക്കുകൾ, മുഅ്മിനീങ്ങളും അമ്പിയാക്കന്മാരും ഇബാദും സ്വാലിഹീങ്ങളും ഒക്കെ ഒരു മശ്വറ നടത്തി, എന്താ അല്ലാഹുവിനോട് ചോദിക്കുക? എന്തോ ചോദിച്ചോളൂ, തരാന്നാ പറയണത്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഒരഭിപ്രായം പറയും. അല്ലാഹുമ്മ അരിനാ ദാതക്, അല്ലാഹുവേ, നിന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. അത് പറയും, അത് ഞാൻ നിങ്ങൾക്ക് തരികയാണ്, ഞാൻ നിങ്ങൾക്ക് എന്നെ കാണിച്ചു തരാം, നിങ്ങൾ എന്നെ കണ്ടില്ലല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദാത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന കോടിക്കണക്കിന് പ്രകാശത്തിന്റെ മറകളുണ്ടത്രേ. ആ മറകൾ ഇങ്ങനെ നീങ്ങി 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 വാദിൽ അഫിയഹിൽ നിൽക്കുന്ന അള്ളാഹുവിന്റെ തിരുദർശനത്തിന് അള്ളാഹു തെരഞ്ഞെടുത്ത മുഅ്മിനീങ്ങൾ ഒന്നാകെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ മുഖം കാണുകയും അവർ സുജൂദിൽ വീഴുകയും ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദാത്തിനെ റബ്ബ് കാണിച്ചു കൊടുക്കും. വാദിൽ അഫിയഹിൽ, സ്വർഗത്തിലെ ഏറ്റവും വലിയ ആനന്ദം അള്ളാഹുവിനെ കാണലാണത്രേ. ആ കാഴ്ച മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്നുണ്ട്, സാധാരണക്കാർക്ക്. പിന്നെ ഹബീബായ നബിതങ്ങൾക്ക് സ്വർഗലോകത്തിനപ്പുറം അള്ളാഹു കൊണ്ടുപോയാൽ നബിതങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നതിന് എന്ത് വിരോധമാണുള്ളത്? അതുകൊണ്ടാണ് റആ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബഹു മറത്തൈൻ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ കാരണം, പുണ്യ നബിതങ്ങൾ അള്ളാഹുവിനെ 2 തവണ കണ്ടുവത്രേ. അള്ളാഹുവിന്റെ ജലാലിയത്ത്. റസൂലുള്ളാഹി തങ്ങൾ ഇസ്രാ മിഅ്റാജിന്റെ യാത്രയുടെ നിർണായകമായ ഒരു രംഗത്തെത്തിയതിനെയാണ് സൂറത്തുൻ നജ്മ് പറയുന്നത്. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വെച്ച് അൽ ആയത്തുൽ കുബ്റാ, ഏറ്റവും വലിയ ദൃഷ്ടാന്തം. ആയാത്തി റബ്ബിഹി, അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ വലുതാണ്. അതിലും ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തം അള്ളാഹുവിന്റെ റുയത്ത് അള്ളാഹു സാധിപ്പിച്ചു എന്നാവണം അതിൻ്റെ അർത്ഥമെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ. അള്ളാഹു റബ്ബിനെ നാളെ കാണാനുള്ള ഭാഗ്യം നൽകട്ടെ. അവിടുന്ന് തിരിച്ചു വരുന്ന വരവിലാ നബിതങ്ങൾ ഒട്ടനേകം കാഴ്ചകൾ വേറെ കണ്ടത്. അത് ഇസ്രാ യാത്രയിലെ ഈ ഉമ്മത്തിനുള്ള വലിയ വലിയ പാഠങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ നോമ്പ് തുറന്ന്
നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ ബാക്കിൽ മദ്രസയാണ് അല്ലേ, ഇവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടി അങ്ങോട്ട് നീങ്ങുക. അത് കഴിഞ്ഞ് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം കൂടെ ഒരു ഇശാ ബാങ്ക് കൊടുക്കണവരെ ഇൻഷാ അല്ലാഹ് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നോമ്പ് ഉള്ളവർക്ക് سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد لك الشكر حتى ترضى اللهم صل على سيدنا محمد خير نبيك وأفضل رسلك وصفوة خلقك صلى الله على محمد النبي الأمي خاتم الأنبياء والمرسلين سريت من حرم ليلا إلى حرم كما سرى البدر في داج من الظلم وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي محمد سيد الكونين والثقلين محمد سيد الكونين والثقلين والفريقين من عرب ومن عجم വിശുദ്ധമായ ബുർദയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഅ്റാജുമായി ബന്ധപ്പെട്ട ഏതാനും ചില വരികളുണ്ട്. ഞാൻ ആ ഒരു വരികൾ നമുക്ക് മൗലായ മറുപടി ചൊല്ലിയിട്ട് നമുക്ക് ചെല്ലാം. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم يا خير من يمم العافون ساحته سعيا وفوق متون الأينق الرسوم مولاي صل دائما أبدا على حبيبك خير الخلق كلهم ومن هو الآية الكبرى لمعتبر ومن هو النعمة العظمى لمغتنم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سريت من حرم ليلا إلى حرمي كما سرى البدر في داج من الظلم مولاي صل سلم دائما أبدا على حبيبك خير الخلق كلهم ഒരു ഹറമിൽ നിന്ന് മറ്റൊരു ഹറമിലേക്ക് നബിയെ സറൈറ്റ് അങ്ങ് രാത്രിയിൽ യാത്ര പോയില്ലേ كما سرى البدر في داج من الظلم ഇരുളിൽ പൂർണ്ണ ചന്ദ്രൻ യാത്ര ചെയ്യുന്ന പോലെ മിഅ്റാജാണ് പറയുന്നത് وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وقدمتك جميع الأنبياء بها والرسل تقديم مخدوم على خدمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم بت ترقى നബി അങ്ങ് ഉയരങ്ങളിലേക്ക് ഉയർന്നു പോയി إلى أن نلت منزلة من قاب قوسين
വില്ലിലേക്ക് അമ്പ് ചേരുന്ന പോലെ അടുത്തിരുന്ന് അള്ളാഹുവിന്റെ ഹദറത്തിലേക്ക് അങ്ങ് എത്തിയല്ലോ നബിയേ. ലം തുദ്റക് വലം തുറമി, ഒരാൾക്കും ഉൾക്കൊള്ളാനോ എത്തിപ്പിടിക്കാനോ കഴിയാത്ത ഒരു സ്ഥാനം. വഖദ്ദമത്ക ജമീഉൽ അംബിയാഇ ബിഹാ, എല്ലാ അംബിയാക്കന്മാരും അങ്ങയെ വന്ന് സ്വീകരിച്ചു, അങ്ങയേക്ക് മുൻഗണന നൽകി. ഏതുപോലെ ഒരു മഖ്ദൂമിന് ഖാദിമിനേക്കാൾ ഒരു മഖ്ദൂമിന് സ്ഥാനം കിട്ടുന്ന പോലെ അങ്ങേ അമ്പിയാക്കന്മാർ സ്വീകരിച്ചില്ലേ. ഇനി പറയുന്നത് 7 ആകാശങ്ങളും മുറിച്ചു പോയില്ലേ, അതൊക്കെ ബുർദയാണ്. വഅൻത തഖ്തരിഖു السبع طباق بهم في موكب كنت فيه صاحب العلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم خفضت حتى إذا لم تدع شأوا لمستبق من الدنو ولا مرقى لمستنم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم خفضت كل مقام بالإضافة إذ نوديت بالرفع مثل المفرد العلمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منهدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لما دعا الله داعنا لطاعته بأكرم الرسل كنا أكرم الأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم വിശുദ്ധമായ ജെറൂസലേമിലെ സൊഹ്റയിൽ നിന്ന് പാറപ്പുറത്ത് നിന്നാണ് റസൂലുള്ളാഹി തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിന് മുമ്പിൽ നിന്നാണ് 7 ആകാശങ്ങളിലേക്കുള്ള യാത്ര പോകുന്നത്. അതുകൊണ്ട് ആകാശലോകത്തേക്കുള്ള യാത്രയുടെ ഏറ്റവും സ്ട്രാറ്റജിക്കൽ ലൊക്കേഷൻ ജെറൂസലേമാണെന്നാണ് പറയാ. ആകാശലോകങ്ങളിലേക്കുള്ള ഹബീബിന്റെ യാത്രയുടെ ആരംഭം എവിടെയാണ്? അതിനു മുമ്പ് ലോകത്ത് വന്നുപോയ എല്ലാ പ്രവാചകന്മാരുടെയും ഇമാമായി അവർക്ക് ഇമാമായി 2 റക്അത്തിന് വിധങ്ങൾ നിസ്കരിച്ചു. പാലും മദ്യവും കൊണ്ടുകൊടുത്തപ്പോ അന്ന് മദ്യം ഹറാമ് പോലുമായില്ല. പുണ്യവിധങ്ങൾ പാല് തെരഞ്ഞെടുത്തു. ജിബ്രീൽ തങ്ങൾ പറഞ്ഞു, ഹുദീത ഇലൽ ഫിത്ര, നബിയെ ഏറ്റവും നല്ല പ്രകൃതമാണ് അങ്ങ് തെരഞ്ഞെടുത്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് യാത്ര പുറപ്പെടുകയാണ്. 7 ആകാശങ്ങൾ. 1-ലെത്തിയപ്പോൾ ആദം നബി അലൈഹിസ്സലാം, 2-ൽ യഹ്യാ നബിയും ഈസ നബിയും, 3-ലുണ്ട് സൗന്ദര്യത്തിന്റെ പകുതി നൽകപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം, 4-ലുണ്ട് നബിയുല്ലാഹി ഇദ്രീസ് അലൈഹിസ്സലാം, 5-ലുണ്ട് ഹാറൂൻ അലൈഹിസ്സലാം, 6-ലുണ്ട് മൂസ നബി അലൈഹിസ്സലാം, 7-ലുണ്ട് നബിയുല്ലാഹി വശൈഖുൽ അംബിയാഇ വഅബുൽ അംബിയാഇ ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാം ആണെങ്കിലോ കഅബാലയത്തിന്റെ നേരെ മുകളിൽ വരുന്ന അൽ ബൈത്തുൽ മഅമൂർ എന്ന വിശുദ്ധമായ പള്ളിയിലേക്ക് ചാരി നിൽക്കുകയാണ്. മുസ്തനിദൻ ളഹ്റഹു ഇലൽ ബൈത്തുൽ മഅമൂർ. ബൈത്തുൽ മഅമൂർ എന്നത് ബൈത്തുൽ മഅമൂർ ഖുർആൻ സത്യം ചെയ്ത വിഷയമാണത്. ബൈത്തുൽ മഅമൂറിനെ തന്നെയാണ് സത്യം. കഅബാലയത്തിന്റെ നേരെ മുകളിൽ ഭൂമിയുടെ കറക്കം എങ്ങനെയാണെങ്കിലും ആ കറക്കത്തിലും കഅബാലയത്തിന്റെ നേർരേഖയിൽ വരുന്ന 7 ആകാശങ്ങൾക്കപ്പുറത്തെ കഅബയാണ് അൽ ബൈത്തുൽ മഅമൂർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബൈത്തുൽ മഅമൂർ എങ്ങാനും ഇങ്ങ് താഴേക്ക് വീഴുകയാണെങ്കിൽ, 7 ആകാശങ്ങളും തുറന്ന് വീഴുകയാണെങ്കിൽ അത് വീഴുന്നത് ലസഖതത അൽ കഅബ, അത് വീഴുന്നത് കഅബയുടെ നേരെ മുകളിലേക്കായിരിക്കും. അങ്ങനെ
സംഭവിക്കുകയാണെങ്കിൽ, അതായത് അത്രക്കും നേർരേഖയിൽ വരുന്ന ഭവനം, അപ്പോഴാണ് ഓരോ ദിവസവും 70,000 മലക്കുകൾ ബൈത്തുൽ മഅ്മൂറിനെ തവാഫ് ചെയ്യുന്നുണ്ട്. ആ മലക്കുകളാരും പിന്നീട് ഒരിക്കൽ തിരിച്ചു വരില്ല. ജീവിതത്തിൽ ഒരേ ഒരു തവാഫാണ് അവർക്ക് ലഭിക്കുന്നത്. 70,000 മലക്കുകൾ വരും ഒരു ദിവസം, പിന്നെ അവർ വരാറില്ല. പുതിയ 70,000 അടുത്ത ദിവസം, ഓരോ ദിവസവും പുതിയ 70,000. അങ്ങനെയാണെങ്കിൽ മലക്കുകളുടെ എണ്ണം എത്രയാണ്? പുണ്യ നബി തങ്ങൾ പറഞ്ഞു, ആകാശ ലോകത്ത് 4 വിരൽ വെക്കാനുള്ള സ്ഥലം പോലും ഒഴിഞ്ഞു കിടക്കുന്നില്ല. ഇബാദത്തിന്റെ ലോകമാണ്. മാ ഫീഹാ മൗളിഉ 4 അസ്വാബിഅ ഇല്ലാ വഫീഹാ മലക്കുൻ സാജിദ് ഔ റാകിഅ. റുകൂഇലോ സുജൂദിലോ കിടക്കുന്ന മലക്കുകളുണ്ട് അവിടെ. 4 വിരലിന്റെ സ്പേസ് പോലും അവിടെ ഒഴിഞ്ഞു കിടക്കുന്നില്ല. ഏതാണ് ആ ലോകം? ആലോചിച്ച് നോക്കി. എത്ര വലുപ്പമാണതിന്! ഈ ദൃശ്യപ്രപഞ്ചത്തിന്റെ വലുപ്പം എത്ര നമുക്കറിഞ്ഞില്ല, എത്രയാണെന്നറിഞ്ഞില്ല. ലത്തീഫാജി പറയുന്നു, USA ഫ്ലോറിഡയിലെ നാസയുടെ സെന്ററിൽ പോയിട്ട് അവിടെ നിന്ന് സ്പേസിലേക്ക് പോകുന്ന പോലെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അവിടെ നിന്ന് തരും. അവിടെ നമ്മൾ സ്പേസിലെത്തിയ പോലെ ശരിക്കും ഫീൽ ചെയ്യും. സ്ക്രീനിലാണ്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഭൂമിയെ കാണാൻ പറ്റുന്നു. ആ ഒരു യാത്രയിൽ അല്ലാഹുവിന്റെ ദാസരെ വൽ അഖി സ്വാലിഹ്, സ്വാലിഹായ ഞങ്ങളുടെ സഹോദരനെ എന്ന് പറഞ്ഞ് മലക്കുകളും അമ്പിയാക്കളും ഹബീബിനെ സ്വീകരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാഴ്ചകൾ കണ്ടുപോകുന്നു. ഈസാ നബി അലൈഹിസ്സലാമിനെ കണ്ടു എന്ന് പറഞ്ഞു. മൂസ നബിയെ കണ്ടു, ഈസാ നബിയെ കണ്ടു, യഹ്യാ നബിയെ കണ്ടു. ഷഹീദായ നബിയാണ് യഹ്യാ അലൈഹിസ്സലാം. അലൈഹിസ്സലാമിന് അന്നത്തെ രാജാവ് അയാളുടെ പെങ്ങളുടെ മകളെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞു. യഹ്യാ നബി പാടില്ല എന്ന് പറഞ്ഞു. അവര് മദ്യപിച്ച്, രണ്ടുപേരും, രാജാവും ഈ പെണ്ണും മദ്യപിച്ച് ഉന്മാദിച്ച്, ആ പെണ്ണ് പറഞ്ഞു, എനിക്ക് യഹ്യാ നബിയുടെ തല തളികയിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കാം. അങ്ങനെ മഹാനായ നബിയെ കൊലപ്പെടുത്തിയ ഒരു രാജാവ് ഹെറോഡ്സ്. വലിയൊരു നബിയെ, മഹാനായ യഹ്യാ നബി, അല്ലാഹു കൊടുത്ത അത്യപൂർവമായ അത്ഭുത കുട്ടിയാണത്. സഖറിയാ നബിയുടെ മകനാണത് യഹ്യാ അലൈഹിസ്സലാം. യഹ്യാ നബിയെ വധിക്കുകയാണുണ്ടായത്. മഹാനവറുകൾ കഴുത്തറുക്കപ്പെട്ട ഷഹീദായ നബിയാണ് യഹ്യാ അലൈഹിസ്സലാം. ബത്ലഹേമിലല്ല, പിന്നെ ജെറിക്കോയിൽ, ജെറുസലേമിന് തൊട്ടപ്പുറത്ത് ഒരു 10-20 കിലോമീറ്റർ പുറത്ത്. സുബ്ഹാനല്ലാഹ്. യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ തലയോട്ടിയുടെ ഭാഗവും മഹാന്റെ കയ്യിന്റെ ഒരു ഭാഗവും ഇന്ന് തുർക്കി മ്യൂസിയത്തിലുണ്ട്. അത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. തുർക്കി ടോപ്പ് കാപ്പി മ്യൂസിയത്തില് ഇസ്തംബൂളിൽ. സയ്യിദുന യഹ്യാ അലൈഹിസ്സലാം ഇബ്നാൽ ഖാല, എളാമയുടെയും മൂത്തമ്മയുടെയും മക്കളാ. രണ്ടുപേരും ഉമ്മ ജ്യേഷ്ഠത്തെ അനുജത്തിമാരുടെ മക്കളാണ്. ാണ് എന്നൊക്കെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടു. യൂസുഫ് നബിയെ കണ്ടിട്ട് പറഞ്ഞു, സൗന്ദര്യത്തിന്റെ പകുതി അല്ലാഹു യൂസുഫ് നബിക്ക് നൽകി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവ്വലു മൻ ഖത്ത ബിൽ ഖലം, പേന കൊണ്ട് എഴുതിയ മഹാനാണ്. ആദ്യമായി
ഇദ്രീസ് അലൈഹിസ്സലാം. ആദം നബിക്ക് ശേഷം വന്ന നബിയാണ് ഇദ്രീസ് അലൈഹിസ്സലാം. നൂഹ് നബിയുടെയും ആദം നബിയുടെയും ഇടയിൽ വന്ന നബിയാണ് ഇദ്രീസ് അലൈഹിസ്സലാം. ഇനോഖ് എന്നാണ് മഹാപ്രവാചകനെ ഇദ്രീസ് നബി ഇംഗ്ലീഷിൽ അറിയപ്പെട്ട ഇനോഖ് പ്രവാചകൻ എന്നാണ്. പ്രൊഫറ്റ് ഇനോഖ്, അവരാണ് ഇദ്രീസ് അലൈഹിസ്സലാം. അത് കഴിഞ്ഞ് ഹാറൂൻ അലൈഹിസ്സലാം. ഹാറൂൻ നബിയുടെ മഖാമുള്ളത് സീനാ മരുഭൂമിയുടെ നടുവിലാണ്. സെയിന്റ് കാത്തറിൻ ചർച്ച് നിൽക്കുന്ന തുവാ താഴ്വരയുടെ ഇപ്പുറത്ത് ചെറിയ കുന്നിൻ മുകളിലാണ് ഹാറൂൻ അലൈഹിസ്സലാം. മൂസ നബിയുടെ മഖാം ഇരിക്കുന്നത് 6-ാം ആകാശത്ത് കണ്ട് മൂസ നബിയെ മഹാൻ അന്ത്യവിഷം കൊള്ളുന്ന ജെറൂസലേമിന്റെ ഇപ്പുറത്ത് ചാവുകടലിലേക്ക് പോകുമ്പോൾ വലതുഭാഗം, ജെറൂസലേമിൽ നിന്ന് ചാവുകടലിലേക്ക് പോകുമ്പോൾ ജോർഡാനിലേക്ക് ഈജിപ്തിലേക്ക് ഒരേ റൂട്ടാണ്. കുന്നിറങ്ങി വരുമ്പോൾ വലതുഭാഗത്ത് മഹാനായ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. ഒക്കെ ലോകത്തുള്ള നബിമാരാ. നമ്മൾ ഈ പുരാണ കഥയല്ല, ഇസ്ലാമിന്റെ പ്രത്യേകത അതാണ്. ഇതൊക്കെ ഭൂമിയിൽ ജീവിച്ച സംഭവങ്ങളാണ്. ഇപ്പോഴും പോയാൽ കാണാൻ പറ്റും. അള്ളാഹുടെ സിയാറത്ത് ചെയ്യാൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അമ്പിയാനെ കാണുമ്പോഴേ ആ ചിത്രമൊക്കെ ശരിക്കും ബോധിക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ എവിടെയായിരിക്കും മൂസാ നബി എന്ന് ആലോചിക്കും. ഭൂമി തന്നെ ഉണ്ട് അവർക്ക്. മാഷാ അള്ളാഹ്, അവരുടെ കർഷമസ്ഥാനങ്ങൾ. ദാവൂദ് നബി അലൈഹിസ്സലാം ഉണ്ട് അവിടെ ജെറൂസലേമിൽ. ദാവൂദ് നബി അലൈഹിസ്സലാം, കിങ് ഡേവിഡ് എന്ന് പറയാം. ദാവൂദ് നബിയെ അവര് ഇപ്പോ ഷാരി ദാവൂദ് എന്ന് ജെറൂസലേമിലെ അറബിയിലും ഇംഗ്ലീഷിലും അതുപോലെ ഹിബ്രു ഭാഷയിൽ ഇസ്രായേൽ ഭാഷയിലും ബോർഡ് കാണും. ഇവിടൊക്കെ ദാവൂദ് നബി അവർ സയനിസ്റ്റ് അല്ലെങ്കിൽ സയനിസ്റ്റ് സ്ട്രീറ്റ് അങ്ങനെ എഴുതാറുണ്ട്. ഷാരി ദാവൂദ്, ദാവൂദ് നബിന്റെ റോഡ്, ദാവൂദ് നബിന്റെ പേരിലുള്ള വഴി എന്നാണ് അറബിയിൽ എഴുതിയിട്ടുണ്ടാവുക. പക്ഷെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അവർ സയനിസ്റ്റ് എന്ന് എഴുതുന്നുണ്ട്. എന്തായാലും കഥ അറിയില്ല. ദാവൂദ് നബി എങ്ങനെ ഒരു സയനിസ്റ്റ് ആക്കിയതെന്നാവും. ഷാരി ദാവൂദാണത്. ദാവൂദ് നബി കിങ് ഡേവിഡ് എന്നവർ പറയും. ദാവൂദ് നബി രാജാവായിട്ടാണ് അവർ അറിയപ്പെടുക. ദാവൂദ് അലൈഹിസ്സലാം മസ്ജിദുൽ അഖ്സ പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ ഒരു 5 മിനിറ്റ് നടക്കാനുള്ളൂ ദാവൂദ് നബിന്റെ മഖാമിലേക്ക്. അത് ജൂതന്മാരുടെ കൺട്രോളിലാണ്. മറിയം അലൈഹിസ്സലാമിന്റെ ഒരുപാട് ചരിത്രമുള്ള, ഈസാ നബിയുടെ ചരിത്രമുള്ള പ്രദേശങ്ങളൊക്കെ പോകുന്ന വഴിക്കുണ്ട്. ഒരു വലിയ വ്യാപാര സമുച്ചയങ്ങളുടെ കെട്ടിടങ്ങളുടെ ഉള്ളിലൂടെയാണ് നടന്നു പോവുക ദാവൂദ് നബിന്റെ മഖാമിലേക്ക് എത്തുന്നവർ. അവിടെ ജൂതന്മാരാണ് ഉണ്ടാവുക. പക്ഷേ മുസ്ലിമീങ്ങളൊക്കെ വന്നാൽ അവർക്ക് സിയാറത്ത് ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുക്കും. പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ ഉണ്ട് അവർക്ക്. നോക്കണേ, വല്ലാത്ത അത്ഭുതമാണ്. ഇവിടെ പറയുമ്പോൾ പറയും ആണുങ്ങളും പെണ്ണുങ്ങളും 2 സൈഡിലേക്ക് പോകണം. പിന്നെ അകത്ത് കയറുന്ന മുഴുവൻ ആണുങ്ങളും തലയിൽ തൊപ്പി വെക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ തരുന്ന ആ ചെറിയ ജൂതന്മാരെ തൊപ്പിയുണ്ട്, ചെറിയൊരു വട്ടത്തൊപ്പി, ആ തൊപ്പിയിടേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ തൊപ്പി വെക്കണം, തലപ്പാവ് ധരിക്കണം. തലമറക്കാതെ നിങ്ങൾ കടക്കാൻ പാടില്ല ആരുടെ? ദാവൂദ് നബിയുടെ മഖാമിലേക്ക്. അത് ജൂതന്മാരുടെ നിയമം. സുബ്ഹാനല്ലാഹ്, ശരീഅത്തൊക്കെ ഒന്ന് തന്നെയാണല്ലോ. ഒരുപക്ഷെ അവരുടെ ശരീഅത്തിലുണ്ടായിരുന്നത് നമ്മുടെ ശരീഅത്തിലുള്ളതുമാവാം. ഏതായിരുന്നാലും അവരത് വലിയ പുണ്യം. തലമറക്കാതെ ഉള്ളിലേക്ക് വിടൂല. ടൗവലെങ്കിലും തലമറക്കണം, എന്നിട്ടേ ഉള്ളിലേക്ക് വിടുള്ളൂ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവർ ദാവൂദ് നബിന്റെ പത്തത്തെ ഒരു സബൂർ വായിക്കുണ്ടാവും. സബൂർ ഇങ്ങനെ വായിച്ചിട്ട് നമ്മൾ ശരിക്കും മുത്തഅല്ലിമീങ്ങൾ ദർസിലിരുന്ന് ആടി ഓതുന്ന പോലെ ഇരുന്നിട്ട് ആടി ഒരു ഓത്തുണ്ട് അവർക്ക്, ജൂതന്മാർക്ക്. അവരിങ്ങനെ ആടി ഇങ്ങനെ ചൊല്ലിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറെ കരച്ചിലും കുറെ കിതാബ്, ഭയങ്കരമായ ബഹുമാനമാണ് അവരുടെ കിതാബിന്. നമ്മളവിടെ പ്രത്യാശിനോത് നമ്മളൊക്കെ അതൊന്നും ഒരു പ്രശ്നമല്ല. ആണുങ്ങളും പെണ്ണുങ്ങളും 2 സ്ഥലത്താ, കൂടിക്കലാൻ പാടില്ല. ജൂതന്മാരുടെ നിയമം അങ്ങനെയാണ്. നമ്മുടെ ശരീരത്തും അങ്ങനെ തന്നെയാണ്. വിശുദ്ധമായ കഅബാലയം, അവിടെ അള്ളാന്റെ ഹളറത്തിലാണ് നിൽക്കുന്നത്. അവിടെ കൂടിക്കലർന്നാലും മഹ്ശറയിൽ മുഅ്മിനീങ്ങൾ നിൽക്കുമ്പോൾ തുണിപ്പായ ഉണ്ടാവില്ല എന്നാ. പക്ഷെ ആരും നോക്കാൻ പാടില്ല, നോക്കൂല. മഹ്ശറയിൽ അള്ളാന്റെ ഹളറത്താണ്. വിശുദ്ധമായ ഹജറുൽ അസ്വദ് എന്ന് പറയുന്നത് ശരിക്കും അള്ളാഹുവിന്റെ കരം മുത്തുന്നത് പോലെ എന്ന് പറയും. അത് അള്ളാന്റെ കൈയായിട്ടല്ല, പക്ഷേ അത്രയും റബ്ബിന്റെ സാന്നിധ്യം അറിയുന്ന സ്ഥലമാണ് കഅബ. അവിടെ അത്രേ സൗകര്യപ്പെടുള്ളൂ. അങ്ങനെ വന്നാൽ പോലും ഇബാദത്തിന്റെ മധുരിമയിൽ ഒരാളും ഒരു തെറ്റായി ചിന്ത പോലും അവിടെ വരാൻ പാടില്ല. അതാണല്ലോ കഅബ. സുബ്ഹാന ജല്ല ജലാലുഹു. മറ്റുള്ളടത്തൊക്കെ സെപ്പറേറ്റ് ആണ്. താഫിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ കഴിയില്ല എന്ന് വിചാരിച്ച് അവിടെ ആരെങ്കിലും ദുരുപയോഗം ചെയ്യോ? അവിടെ വരുന്നത് മുത്തഖീങ്ങളല്ലേ വരുന്നത്, മുഅ്മിനീങ്ങളല്ലേ വരുന്നത്. അവിടെ ആരും അന്യ പെണ്ണുങ്ങളെ നോക്കാൻ നിൽക്കൂല്ലോ. അവര് ഇബാദത്തിന്റെ മൂഡിലാണ്. അങ്ങനെയല്ലോ ആവേണ്ടത്. അതിന്റെ ഹിക്മത്ത് മനസ്സിലാക്കണം. അങ്ങനത്തെ റബ്ബിന്റെ ഹളറത്തിൽ നിൽക്കും. പിന്നെ എങ്ങനെയാ മനുഷ്യൻ തെറ്റിനെ പറ്റി ആലോചിക്കാം? അല്ലാത്തിടത്ത് മുഴുവൻ മാറി നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ലൈവ് പോകുന്നില്ലേ? നല്ല മൈക്ക് ഉഷാറാട്ടോ. അൽഹംദുലില്ലാഹ്.
സലാമിനെ ഞാൻ കണ്ടു യുസല്ലി ഫീ ഖബ്രി, അവർ ഖബറിന്റെ ഉള്ളിൽ നിസ്കരിക്കുകയാണ്. അങ്ങനെ ഞാൻ മൂസ നബിയെ കണ്ടു. തിരിച്ചു വരുമ്പോ മിഅ്റാജ് കഴിഞ്ഞ് നബി അങ്ങ് തിരിച്ചു വരുമ്പോ സീനാ പർവ്വതം കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഞാൻ ജെറൂസലേം വഴി തന്നെ തിരിച്ചു വരുന്നത്. മൂസ നബിയുടെ ഖബർ ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻദൽ കഥീബിൽ അഹ്മർ, ഒരു ചമന്ന മണ്ണുള്ള പ്രദേശമാണത്. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നേനെ എന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കണ്ടു റസൂലുള്ളാഹി തങ്ങൾ 7-ാം ആകാശത്ത്. ഇബ്രാഹിം നബിന്റെ ഖബറുള്ളത് ഭൂമിയിലാണ്. പക്ഷെ മിഅ്റാജിന് അല്ലാഹു അവിടേക്ക് കൊണ്ടുപോയി. അത് വലിയ ലോകമാണ്. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ആ ഒരൊറ്റ സെന്റൻസിന്റെ അർത്ഥം മനസ്സിലായാൽ മിഅ്റാജ് മനസ്സിലായി. ആ ഒരൊറ്റ സെന്റൻസ് മനസ്സിലായിട്ടില്ലേ മിഅ്റാജ് മനസ്സിലാവില്ല. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹ് ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് എനിത്തിങ് ഇൻ എനി വേ ഹി വാണ്ട്സ്. അതാണ് അല്ലാഹു തആല അലാ കുല്ലി ഷൈഇൻ ഖദീർ. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കണ്ടിട്ട് നബി തങ്ങൾ പറഞ്ഞു, വഅശ്ബഹുൻ നാസി ബിഹി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഏറ്റവും സാദൃശ്യമുള്ളത്, ഇബ്രാഹിം നബിയുടെ രൂപമുള്ളത് ആർക്കാണെന്നറിയോ? സാഹിബുക്കും ഹാദാ, നിങ്ങളുടെ കൂട്ടുകാരനായ ഞാനാണ് എന്ന് പറഞ്ഞ നബി തങ്ങളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബിന്റെ രൂപം ഹബീബിന്റെ രൂപമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിബ്രോൺ സ്ഥലത്തിന്റെ പേര് ഹിബ്രോൺ. അറബിയിൽ പറയാ ഖലീൽ എന്നാണ് ആ നാടിന്. അൽ ഖലീൽ എന്ന് പറഞ്ഞാൽ ഹിബ്രോൺ. ജെറൂസലേമിൽ നിന്ന് ഒരു 25 കിലോമീറ്റർ, ചിലപ്പോൾ വേറെ റൂട്ടിലൂടെ പറഞ്ഞേക്കും. ചില അധിക സമയത്തോടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ റൂട്ട് മാറ്റിവിടും. അപ്പോൾ ഒരു 35-40 കിലോമീറ്റർ ഓടേണ്ടി വരും. അൽ ഹറമുൽ ഖലീൽ ഒരു പള്ളിയാണ്, ഒരു കുന്നും പുറത്തുള്ള പള്ളിയാണ്. ആ കുന്നിലൊരു ഗുഹയുണ്ട്, ഒരു മഗാറ. ആ ഗുഹ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖബറിന് വേണ്ടി വാങ്ങിവെച്ച സ്ഥലമാണ്. അവിടെയാണ് മറവേദത്. ആ ഗുഹയുടെ മുകളിലാണ് ഖബറുള്ളത്, മുകളിലാണ് പള്ളിയുള്ളത്. ശരി, ഖബറുള്ളത് ഗുഹന്റെ ഉള്ളിലാ, പള്ളിയുള്ളത് ഗുഹയുടെ മീതയാണ്. പക്ഷെ മഖാമ് വലിയ മഖാമാണ്, വലിയ കെട്ടിപ്പൊക്കിയ മഖാമാണ് അവിടെ ഉള്ളത് ഇബ്രാഹിം നബിയുടേത്. അത് മുകളിലാണ്. പക്ഷെ ഖബറുള്ളത് താഴെയാണ്. താഴേക്ക് നോക്കാൻ അവിടെ ചെറിയൊരു കിണറുണ്ട്. മഗാറ എന്ന് അവിടെ എഴുതി വെക്കുക. ഗുഹയിലേക്ക് നോക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ നമുക്ക് പരിചയമുള്ള സ്റ്റാഫൊക്കെ ഉണ്ട്. അവരോടൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും തുറന്നുതരും, നമുക്ക് നോക്കാൻ പറ്റും. ഇടയ്ക്ക് ഒരു വെളിച്ചം, ഒരു എണ്ണ കത്തിച്ച് ഒരു തിരി വെച്ചിട്ട് ആ തിരി താഴേക്ക് ഇറക്കിത്തരും. അപ്പോൾ നമുക്ക് താഴ്ഭാഗം കാണാൻ കഴിയും. ഇതൊരു ഗുഹയാണ്. മഗാറത്തു ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ മഗാറയാണ്. ഇബ്രാഹിം നബിന്റെ കൂടെ തന്നെ ഇബ്രാഹിം നബിയുടെ ഭാര്യയും ഇസ്ഹാഖ് നബിയുടെ ഉമ്മയുമായ സാറാ ബീവി ഉണ്ട് അവിടെ അലൈഹിസ്സലാം. തൊട്ടിപ്പുറത്ത് മകനുണ്ട് ഇസ്ഹാഖ് അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബിന്റെ ഭാര്യ ഇബ്രാഹിം നബിന്റെ മരുമോള് റിഫ്ഖ ബീവി ഉണ്ട് ഇസ്ഹാഖ് നബിന്റെ പുറത്ത്. ആ പള്ളിയുടെ മിമ്പറിന്റെ ഖുത്ബയോതുന്ന മിമ്പറിന്റെ നേരെ വലതു ഭാഗത്ത് ഇസ്ഹാഖ് നബി. ഇടക്ക് കുറച്ച് സൊഫ് നിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞ് അപ്പുറത്ത് പള്ളിന്റെ ഉള്ളിലാണ് ആ മഖാമൊക്കെ വരുന്നത്. റിഫ്ഖ ബീവി കയറി വരുന്ന ഭാഗം പള്ളിയുടെ എൻട്രൻസിന്റെ ഭാഗം, ചെരുപ്പൊക്കെ വെച്ച് വരുന്ന ഭാഗത്ത് സാറാ ബീവി. ഹാദിഹി മഖ്ബറത്തു ഉമ്മിനാ സാറ, നമ്മുടെ ഉമ്മയായ സാറാ ബീവിയാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ബാക്കിലുണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബി നമുക്ക് സിയാറത്ത് ചെയ്യാൻ കിട്ടൂല. യാക്കൂബ് നബി എന്ന് പറയുന്നത് ജൂതന്മാർക്ക് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്നത് അലൈഹിസ്സലാമാണ്. ശരിക്ക് നാടിന് അലൈഹിസ്സലാം പറയണ്ട, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ശരിക്ക് യാക്കൂബ് നബിന്റെ പേരാ. അതുകൊണ്ടാണ് യാ ബനി ഇസ്രായീല. ഖുർആനിലൊക്കെ ബനു ഇസ്രായേൽ എത്രയാ പറഞ്ഞത്? ഇസ്രായേലിന്റെ മക്കളെ. ആരാണ് ഇസ്രായേൽ? യാക്കൂബ് അലൈഹിസ്സലാം. യാക്കൂബ് നബിന്റെ പേരാണത്. അതുകൊണ്ട് യാക്കൂബ് നബിന്റെ ഖബർ ജൂതന്മാർ ഇത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മസ്ജിദുൽ ഇബ്രാഹിം നബിന്റെ പള്ളി എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം ജൂതന്മാരാണ്, ബാക്ക് ഭാഗം ഫ്രണ്ട് ഭാഗം മുസ്ലിമീങ്ങൾക്കുമാണ്. കൊല്ലത്തിൽ കുറച്ച് ദിവസങ്ങൾ തുറന്നു കൊടുക്കും. റമദാന്റെ അവസാനത്തെ 10-ലോ 27 രാവിനും പെരുന്നാളിനും റബീഉൽ അവ്വലിനും അങ്ങനെയൊക്കെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് യാക്കൂബ് നബിന്റെ അടുത്ത് പോകാം. ജൂതന്മാർക്ക് അവരുടെ പ്രധാനപ്പെട്ട ദിവസം ഇബ്രാഹിം നബിനെ സന്ദർശിക്കാനോ അവസരം കൊടുക്കും. പക്ഷെ 2 കമ്മിറ്റിയാണ് ഒരു പള്ളിക്ക് അവിടെ. ഒന്ന് ജൂതന്മാരുടെ കമ്മിറ്റി. നമുക്കൊന്നും ചെന്നാൽ യാക്കൂബ് നബി അലൈഹി സ്വലാമിനെ സിയാറത്ത് ചെയ്യാൻ കിട്ടൂല. അത് ഞങ്ങളുടെ ആളാന്ന് പറഞ്ഞ് അവർ പിടിച്ചു വെച്ചതാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം. അവർ ഇസ്രായേൽ എന്ന് വിളിക്കുന്നത് യാക്കൂബ് നബിയെയാണ് അലൈഹിസ്സലാം. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളാണ് ആ പ്രദേശത്ത്, ആ രാജ്യങ്ങളിലുള്ള മുഴുവൻ ആളുകളും എന്നാണ് പറയാ. അതുകൊണ്ടാണ് ഫലസ്തീനുകളും ലബനാനുകളും ജോർഡാനികളും അതുപോലെ തന്നെ സിറിയക്കാരും ഈ പ്രദേശത്തുള്ളവരൊക്കെ യാക്കൂബ് നബിന്റെ 12 മക്കളിൽ ജനിച്ച മക്കളാണ്. അതുകൊണ്ടാണ് ബനു ഇസ്രായേൽ മക്കളെ നിങ്ങളിലേക്ക് ഞാൻ നബി അയച്ചില്ലേ, നിങ്ങൾ എന്തിനാ അമ്പിയാക്കന്മാരെ കൊന്നുകളഞ്ഞത് എന്നൊക്കെ ഖുർആൻ ചോദിക്കുന്നത് ഇസ്രായേൽ മക്കളോടാണ്, യാക്കൂബ് നബിന്റെ വംശപരമ്പരയിൽ വന്ന മനുഷ്യരോടാണ്. ഈ സംഭവങ്ങളൊക്കെ കിടക്കുന്നത് ഒരു പള്ളിയിലാണ്. യൂസുഫ് നബിന്റെ തൊട്ടതാ. യൂസുഫ് നബി അലൈഹിസ്സലാം
യൂസുഫ് നബി അലൈഹിസ്സലാം ആകാശലോകത്ത് 4ാം ആകാശത്തെ വെച്ച് നബി തങ്ങൾ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? 5 ഹാറൂൻ നബി, 6 മൂസാ നബി. അതെ. യൂസുഫ് അലൈഹിസ്സലാം വഫാത്താകുന്നത് ഈജിപ്തിലാണ്. ഈജിപ്തിൽ വഫാത്തായി ബഹുമാനപ്പെട്ടവർ വസിയത്ത് ചെയ്തിരുന്നു. എന്ത്? ആ വസിയത്ത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എൻ്റെ ഉപ്പയുടെ അരികത്ത് കൊണ്ടുപോയി എന്നെ മറവ് ചെയ്യണം. നബിയുന മൂസ അലൈഹിസ്സലാം വന്ന കാലം, അന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ മയ്യിത്ത് ഒരു താബൂത്തിൽ, ഒരു പെട്ടിയിലാക്കിയിട്ടാണ് മറവ് ചെയ്തത്. നമ്മുടെ കിതാബുകളിലൊക്കെ വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിന് വഹയി കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം, ഒരു വസിയത്തുണ്ടായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ. യൂസുഫ് നബിയുടെ ഖബർ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകണം, ഫലസ്തീനിൽ കൊണ്ടുവരണം. ഒരുപാട് ദൂരമുണ്ട് ഫലസ്തീനിലേക്ക്, മിനിമം 1000 കിലോമീറ്റർ ഓടണം. കെയ്റോവിൽ നിന്ന് 1000-ലേറെ കിലോമീറ്റർ പോകണം. അങ്ങനെ അത് ഇവിടെയാണ്. അവർ ഉമ്മാക്കേ അറിയുള്ളൂ. ആ ഉമ്മയെ അള്ളാഹു അറിയിച്ചു കൊടുത്തു മൂസ നബിക്ക്. ആ ഉമ്മൻ്റെ അടുത്ത് ചെന്നു. ആ ഉമ്മാക്കേ അറിയുള്ളൂ എവിടെയാണ് ഈ താബൂത്തുള്ളത് എന്ന്. അങ്ങനെ ഉമ്മ മൂസാ നബി അലൈഹിസ്സലാമിനോട് ഷർത്ത് വെച്ചു. ഞാൻ പറഞ്ഞുതരാം, എനിക്കൊരു ഷർത്തുണ്ട്. എന്താണെന്നറിയോ? നിബന്ധന. നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കണം സ്വർഗത്തിൽ കടക്കാൻ. ദ്വാരന്നാ ഞാൻ കാണിച്ചു തരാം. അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യണം, എനിക്ക് സ്വർഗം തരാൻ. ഉമ്മക്ക് എന്തൊക്കെ പറയാമായിരുന്നു, പക്ഷേ ഉമ്മ ചോദിച്ച വല്ലാത്തൊരു ചോദ്യമാണ്. മൂസാ നബി ദുആ ചെയ്തു. ആ ഉമ്മ കാണിച്ചു കൊടുത്തു. ആ താബൂത്തുമായി, ആ ഒരു പെട്ടിയുമായിട്ടാണ് മൂസ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലുകളെയും കൊണ്ട് ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് വന്നത്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മഗാറയുടെ താഴ്ഭാഗം, അതായത് ഇന്ന് നമ്മൾ ആ പള്ളിയിലേക്ക് ഒരുപാട് സ്റ്റെപ്പ് കയറണം. അപ്പോൾ ഈ ഒരു പള്ളിയുടെ ഹൈറ്റിലേക്ക് സ്റ്റെപ്പ് കയറേണ്ടി വരും. അതിലേറെ കാണും ചിലപ്പോൾ, അത്രയും സ്റ്റെപ്പ് കയറാനുണ്ട്. ആ സ്റ്റെപ്പ് കയറി തുടങ്ങുമ്പോൾ നേരെ വലതുഭാഗത്തൊരു ഡോറ് കാണും, അടച്ചിട്ടത്. തുറന്നു തരും, അവർ പറഞ്ഞവർ തുറന്നു തരും. അവിടെ ഉണ്ട് മഖാമു സയ്യിദിന യൂസുഫ് അലൈഹിസ്സലാം. അതിൻ്റെ ഉള്ളിൽ ചെന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സിയാറത്ത് ചെയ്യാൻ പറ്റും. ഇവരൊക്കെ കിടക്കണം അവിടെയാണ്. അതുകൊണ്ടാണ് ജെറൂസലേമിനെ പറഞ്ഞപ്പോൾ അല്ലാഹു തആല മിഅ്റാജിന്റെ കഥ പറഞ്ഞപ്പോൾ, ഇസ്രാ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? അല്ലദീ ബാറകനാ ഹൗല. മസ്ജിദുൽ അഖ്സയുടെ ചുറ്റും ബറക്കത്താണ്. അമ്പിയാക്കന്മാരങ്ങനെ നിറഞ്ഞു കിടക്കുക. നമുക്ക് പേരറിയുന്നവർ ഇത്ര, ഇനി അറിയാത്തവർ എത്ര ഉണ്ടാവും എന്നറിയില്ല. അത്രമേൽ നബിമാർ വന്ന നാടാണത്. യൂനുസ് അലൈഹിസ്സലാമിന്റെ മഖാം അവിടെയാണ്. മഖാമുണ്ട് അവിടെ. ഹിബ്രോൺ എന്ന് വരുമ്പം കാണും. അതല്ല, അവരുടെ ശരിയായ ഖബറുള്ളത് യാഫയിലാണ്, തെല്ലവീവിലാണ്. ഒരു കടലിന്റെ ഭാഗത്താണ്. ഞാൻ പോയിട്ടില്ല, എനിക്ക് പോകണമെന്നുണ്ട്, പക്ഷേ അങ്ങ് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റിയില്ല. അവിടെയാണ് ഖബറുള്ളത് എന്ന് പറയും. യൂനുസ് അലൈഹിസ്സലാം യൂനുസ് അലൈഹിസ്സലാം. ഇങ്ങനെ നബിമാര് കിടക്കുന്ന നാടാണിത്. അംബിയാഇന്റെ നാടാണ്, ഔലിയാഇന്റെ നാടാണ്, സജ്ജനങ്ങളുടെ നാടാണ്. ചുറ്റും തന്നെ ബറക്കത്താണ്. അപ്പൊ ആ പള്ളിയുടെ ബറക്കത്ത് എത്രയാണ്? ചുറ്റും ബറക്കത്താണ്. പിന്നെ ആ പള്ളിന്റെ ബറക്കത്ത് എത്രയായിരിക്കും? അവിടേക്കാണ് അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ടുപോയത്. അവിടെ നിന്നാണ് ഈ പോകുന്നത്. ഭൂമിയിൽ അമ്പിയാക്കന്മാരെ കാണിച്ചു കൊടുത്തു, ആകാശ ലോകത്തും കാണിച്ചു കൊടുത്തു. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം അവരുടെ കൂടെയുണ്ട്. ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുന്ന കൊച്ചു കിടാക്കള്, കാസർഗോഡ് അങ്ങനെയല്ലേ പറയാ, കിടാക്കൾ എന്നല്ലേ പറയാ, കൊച്ചുമക്കള്, കുരുന്നുകൾ, കൊച്ചുമക്കൾ. അവരുടെയൊക്കെ കെയർ ടേക്കറാണ് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരു കുഞ്ഞ് മരിച്ചു പോകുമെന്ന് നമുക്ക് വേദനയാണ്, സങ്കടമാണ്. എന്നാലും ഉമ്മ അല്ലെങ്കിൽ ഉപ്പ, നിങ്ങളുടെ കുഞ്ഞ് വഫാത്തായി പോകുന്നു, നിങ്ങളുടെ കൈകളിൽ നിന്നും ആ കുഞ്ഞിനെ ഏറ്റെടുക്കുന്ന പിന്നെ ആരാണ്? നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. പിന്നെ പേടിക്കണ്ട, എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ. ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ. അല്ലാഹുവിന്റെ ഖളാഉം ഖദറുമാണ്. സമിഅനാ വസല്ലംനാ. അല്ലാഹുവിന്റെ വിധിക്ക് നമ്മൾ കീഴടങ്ങുകയാണ്. സൗണ്ട് ഭയങ്കര ഉഷാറായില്ല, എന്തിപ്പോ തിരിച്ചത്? അങ്ങനെ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ റസൂലുള്ളാഹി തങ്ങൾ കണ്ണുന്നു സംസാരിക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മളോടൊരു കാര്യം അറിയിച്ചു കൊടുത്തു. ഞാനത് ഇന്നലെ ഇച്ചിരി കൂടെ വിഷയം പറഞ്ഞു, എന്നാലും ഒന്ന് ആവർത്തിക്കുക. പുണ്യ നബിയെ, അഖ്രി ഉമ്മത്തി മിന്നിസ്സലാം. അങ്ങയുടെ ഉമ്മത്തികളോട് എൻ്റെ അസ്സലാമു അലൈക്കും എന്ന് പറയണേ നബിയേ. റസൂലുള്ളാഹി തങ്ങളോട് പറയാം, ഉമ്മത്തികളോട് സലാം പറയണമെന്ന്. അപ്പൊ ആ സലാം നബി സ്വഹാബികൾക്ക് പറഞ്ഞെടുക്കും, സ്വഹാബികൾ അവരുടെ കാലക്കാർക്ക് പറഞ്ഞെടുക്കും. പിന്നെ ഓരോ കാല താലിമീങ്ങൾ അതത് സമുദായങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കും അവരുടെ കാലക്കാരെ. ഇബ്രാഹിം നബി നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ ആ അറിവ് നിങ്ങൾക്ക് പകരാണ്. ഇബ്രാഹിം നബി നിങ്ങളോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞിരിക്കുകയാണ്. വഅലൈക യാ സയ്യിദനാ ഇബ്രാഹിം അസ്സലാം. ഇബ്രാഹിമുസ്സലാം. ഇബ്രാഹിം നബിയെ നിങ്ങൾക്കും അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. എന്നിട്ട് പറഞ്ഞു, നബിയെ സ്വർഗ്ഗത്തെ പറ്റി ഞാൻ പറഞ്ഞു തരാം. ഇന്നൽ ജന്ന, സ്വർഗം,
ത്വയ്യിബത്തുൻ അർളുഹാ അദ്ബത്തുൻ മാഉഹാ. സ്വർഗത്തിന്റെ മണ്ണ് വളരെ സുന്ദരമാണ്, സുഗന്ധമാണ്. ഭൂമിയിലെ മണ്ണ് പോലെയല്ല, വേസ്റ്റ് ഇല്ലല്ലോ സ്വർഗത്തിൽ. അദ്ബത്തുൻ മാഉഹാ, അവിടുത്തെ വെള്ളം വളരെ രുചിയുള്ളതാണ്, ഭൂമിയിലെ വെള്ളം പോലെ പോലുമല്ല. വഅർളുഹാ ഖീആൻ, സ്വർഗത്തിന്റെ ഭൂമി കൃഷിയിടമാണ്. നബിയെ, അങ്ങയുടെ ഉമ്മത്തികളോട് പറയണം അവിടെ കൃഷി ചെയ്യാൻ. ആ കൃഷിക്കുള്ള വിത്ത് ഞാൻ തരാം, അങ്ങയുടെ ഉമ്മത്തികൾ കൊടുത്തേക്ക് ഞാൻ വിത്ത് തരാം. സ്വർഗത്തിൽ ഈത്തപ്പനകൾ നട്ടുപിടിപ്പിക്കാനുള്ള വിത്ത് ഞാൻ പറഞ്ഞു തരാം. ആ വിത്ത് നമുക്ക് കൊടുത്തയച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. എന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഒരു പ്രാവശ്യങ്ങൾ ചൊല്ലിയപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ഈത്തപ്പന സ്വർഗത്തിൽ അള്ളാഹു സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങൾ 100 ചൊല്ലിക്കോളൂ, 100 ഉണ്ടാവും അവിടെ. അവിടെ ചെല്ലുമ്പോൾ ഒരു കാലി പറമ്പായി കാട്ടുന്ന രസം, അവിടെ വൃക്ഷങ്ങൾ ഉണ്ടാവണ്ടേ. അതുകൊണ്ട് നിങ്ങൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. പെരുന്നാൾ നിസ്കാരത്തിന് 2 തക്ബീർ, 7 തക്ബീറും 5 തക്ബീറും ഒക്കെ ചൊല്ലൂലേ? ആദ്യത്തെ റക്അത്തിൽ 7 പിന്നെ 5. അതിൻ്റെ ഇടയിൽ നമ്മൾ ചൊല്ലേണ്ട ദിക്റ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു. മറക്കാതിരിക്കാൻ എളുപ്പം നിങ്ങെന്നറിയോ? നിസ്കാരം കഴിഞ്ഞാൽ 33 വട്ടം ചൊല്ലുന്ന ദിക്റില്ലേ? ഏത്? സുബ്ഹാനല്ലാഹ്. പിന്നെ എന്ത് ചെയ്യും? അൽഹംദുലില്ലാഹ്, പിന്നെ അല്ലാഹു അക്ബർ. അതങ്ങ് ഓർത്താൽ മതി. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി, പിന്നെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഇടയ്ക്ക് വരും. വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് കൊടുത്തയച്ച സമ്മാനമാണ്. അതുകൊണ്ട് മറക്കല്ലിൻ, വേണ്ടത്ര ചൊല്ലിക്കോളി. ചൊല്ലാതെ നമ്മൾ നടന്നിട്ട് കിട്ടൂല. അധ്വാനം വേണം, സ്വർഗം അധ്വാനിച്ചാലേ കിട്ടുള്ളൂ. യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീഹ്. മനുഷ്യ, നിങ്ങൾ അധ്വാനിച്ച് അള്ളാഹുവിനെ കണ്ടെത്തേണ്ടവരാണ്, അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്തേണ്ടവരാണ്. അധ്വാനിക്കണം. ആ അധ്വാനമാണ് നിങ്ങളുടെ നോമ്പ്, നിങ്ങളുടെ നിസ്കാരം, നിങ്ങളുടെ ദാനധർമ്മങ്ങൾ, നിങ്ങൾ സ്വതക്കയും സക്കാത്തും കൊടുക്കുന്നത് അധ്വാനമാണ്. അള്ളാഹു അത് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെയും സ്ഥാനത്തിന് മീതയാണ് സിദ്റത്തുൽ മുൻതഹ. അവിടെ നിന്ന് 4 നദികൾ നബി തങ്ങൾ കണ്ടു. നഹ്റാനി ഫിൽ ജന്ന വ നഹ്റാനി ഫിൽ അർള്. ഭൂമിയിലേക്ക് ഒഴുകുന്ന 2 നദികളുണ്ട് എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ആ നദികൾക്ക് സ്വർഗലോകവുമായൊരു കണക്ഷനുണ്ട്. വനഹറാനി ഫിൽ ജന്ന, 2 നദികൾ സ്വർഗത്തിലേക്കാണ്. സിദ്റത്തുൽ മുൻതഹയുടെ മുരടിൽ നിന്ന് 2 നദികളുണ്ട്. 2 നദികൾ ഓരോന്ന് 2 ഭൂമിയിലാണ്, 2 സ്വർഗലോകത്തേക്കാണ്. നഹ്റാനി ഫിൽ അർളി അന്നീലു വൽ ഫുറാത്ത്. ഒന്ന് നൈൽ നദിയാണ്, മറ്റേത് യൂഫ്രട്ടീസ് നദിയാണ്. ഇറാഖിലൂടെ ഒഴുകുന്ന യൂഫ്രട്ടീസ്, ഈജിപ്തിലൂടെ കടന്നു പോകുന്ന ഒട്ടനേകം 6600 കിലോമീറ്റർ ഓടുന്ന നദിയാണ് നൈൽ. 6600 കിലോമീറ്റർ. പഠിച്ചോനെ, എത്രയോ രാജ്യങ്ങൾ, ഉഗാണ്ടയിൽ നിന്ന് അന്ന് തുടങ്ങി എത്രയോ നാടുകളിലൂടെ കടന്നിട്ടാണ് അങ്ങ് അലക്സാണ്ട്രിയയുടെ ആ ഭാഗത്തെത്തിയിട്ടത്. മെഡിറ്ററേനിയൻ കടലിൽ അവസാനിക്കുന്നത് അൽ ബഹറുൽ മുതവസ്സിത്തിൽ. 6600 കിലോമീറ്റർ. നിറയെ വെള്ളമാണ്. നമ്മുടെ നാട്ടിലത്തെ പുഴ പോലെ നിറയെ വെള്ളമാണ്. ഈജിപ്തിലൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എത്ര മെട്രിക്, അതിനൊരു കണക്കുണ്ട്. ഒരു സെക്കൻഡിൽ ഈജിപ്തിലെ വെള്ളം, നൈൽ നദിയുടെ വെള്ളത്തിൻ്റെ ഒരു കണക്കുണ്ട്. നമ്മൾ അത്ഭുതപ്പെട്ടു. ഒരു സെക്കൻഡിൽ പാസ്സാവുന്ന വെള്ളത്തിൻ്റെ വോള്യം. ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് നെറ്റിലൊന്ന് നോക്കി. വലിയ അത്ഭുതമുള്ള നദിയാണ്. എത്രയാണ് 6000 കിലോമീറ്ററൊക്കെ ഓടിയിട്ടും ഈജിപ്തിലെ കപ്പൽ പോലത്തെ വലിയ വലിയ ബോട്ടുകളാണ് ഈജിപ്തിൻ്റെ ഈ നദിയിൽ ഒഴുകുന്നത്. വലിയ വലിയ ബോട്ടുകൾ, അടി തട്ടൂല, അത്രയും ആഴമുണ്ട് വെള്ളം. വലിയ വലിയ ഹൗസ് ബോട്ടുകൾ, ചെറുതൊന്നുമല്ല. 2, 4, 5 നിലകളുള്ള വലിയ വലിയ ബോട്ടുകൾ ഇപ്പോഴും നൈൽ നദിയിലുണ്ട്. നൈൽ ക്രൂസ് ചെയ്യും. സുബ്ഹാന ജല്ല ജലാൽ. മൂസ നബി അലൈഹിസ്സലാമിനെ ഒഴുക്കിവിട്ട ആ ഒരു നദിയാണത്. കൈറോവിലെത്തിയാൽ കൈറോ നഗരം, ഈജിപ്തിൻ്റെ ഹാർട്ട് എന്ന് പറയാവുന്നത് കൈറോ നഗരമാണ്. 6550 കിലോമീറ്ററാണ് ലെങ്ത് ഓഫ് നൈൽ റിവർ. ജസാക്കല്ലാഹ് ഖൈർ. അതിൻ്റെ വെള്ളത്തിൻ്റെ ഒരു വോള്യം കൂടെ ഉണ്ട്. പെർ സെക്കൻഡ് കടന്നു പോകുന്ന വെള്ളം. അപ്പോൾ വലിയ അത്ഭുതമാണ്. അതിനൊരുപാട് കൈവരികളുണ്ട്. നൈൽ നദിക്ക് കൈവരികളുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കുഞ്ഞായിരുന്നപ്പോൾ മൂസാ നബിയെ ഉമ്മ പെട്ടിയിലാക്കി വിട്ടില്ലേ? ആ പെട്ടി പോയത് മെയിൻ റൂട്ടിലല്ല പോയത്, പുഴയുടെ കൈവരികളിലൂടെയാണ് കടന്നുപോയത്. ആ ഒരു കൈവരി ഫറോവന്റെ പാലസിന്റെ മുമ്പിലേക്കാണ് എത്തിയിരുന്നത്. അങ്ങനെയാണ്.
ഈജിപ്തിൻ്റെ ഈ ഖൈറോവിലെ ഒരു പ്രത്യേകത, ഖൈറോയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് പിരമിഡുകളുള്ളത്. പിരമിഡ് എന്ന് പറഞ്ഞാൽ ശവകുടീരങ്ങളാണ്. അതിൻ്റെ ഉള്ളിൽ രാജാക്കന്മാരുടെ കബറായിരിക്കും. അതിനാണ് ഈ പിരമിഡ് എന്ന് പറയുന്നത്. പിരമിഡൊക്കെ മക്ബറയാണ് പണ്ടത്തെ രാജാക്കന്മാരുടെ. ഈജിപ്ഷ്യൻസ് ആവറേജ് 1584 ക്യൂബിക് മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? അപ്പോൾ 1584 ക്യൂബിക് മീറ്റർ പെർ സെക്കൻഡ് അതിലൂടെ കടന്നു പോകുന്നു. സുബ്ഹാനല്ലാഹ്. what is the volume of the Nile river? 300 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളമാണ് നൈൽ നദിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം 300 മില്യൺ ക്യൂബിക് മീറ്റർ പെർ ഡേ, അക്കോർഡിംഗ് ടു ട്രാവലിംഗ് അലോങ് റിവേഴ്സ്, എ ഡച്ച് ബൈലിംഗൽ ട്രാവൽ മാഗസിൻ. ഓക്കെ, അപ്പോൾ അത്രയും 300 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം